എന്താ തോമസ് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നു? കാറ്റുകൊണ്ട് സുഖിക്കാൻ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ കാറ് പുറത്തിറക്കരുതെന്ന്. അതിനിപ്പോ എന്തുണ്ടായി? എന്തുണ്ടാകാൻ? ഞാൻ ഓടിയ ഓട്ടം ഒളിമ്പിക്സിലായിരുന്നെ സ്വർണ്ണ മെഡലുകൾ വാരി വാരി എറിഞ്ഞേനെ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. കറണ്ട് തങ്കപ്പനെ ഇടിച്ചു വന്നാണെന്നും പറഞ്ഞ് ആ SI ജബ്ബാർ ഒരു കോണ്ടസ കാറ് പിടിച്ചു. ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ കാറാണെന്ന്. അത്രേ ഉള്ളോ? അപ്പൊ തോമസ് കുട്ടി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറ. എനിക്ക് വിശ്വാസം വരുന്നില്ല. വരുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ വണ്ടി ഇങ്ങനെ ഇട്ടിരുന്നാലേ അതിന്റെ ബാറ്ററി വീക്കായി പോകും. ഓടി ഓടി എന്റെ ബാറ്ററി വീക്ക് ആയാലും വിഷ്ണുവിന് വേദനയില്ലല്ലേ? ഏതായാലും വണ്ടി എടുത്ത് ഷെഡിനകത്ത് പൂട്ട്. പൂട്ട്. നിക്ക്. ഈ വണ്ടി കൊണ്ട് എവിടാ പോയത്? ശ്രീദേവിയെ കാണാൻ. അതിന് കോണ്ടസ കയറി തന്നെ പോണോ? ഓട്ടോറിക്ഷ കയറി പോയാ പോരെ? കാളവണ്ടിയിലും പോവാൻ വേണമെങ്കിൽ. അത് SI ജബ്ബാറിന് ഒരു അബദ്ധം പറ്റിയതാ. കാറ് മാറിപ്പോയി. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ മരുമോ. പക്ഷേ ജബ്ബാർ ഇപ്പൊ ഭയങ്കര വാശിയില്ല. ഇനി കാറ് കണ്ടുപിടിച്ചിട്ട് എന്നെ വന്ന് കാണുമെന്ന് ശപഥം ചെയ്തിരിക്കുക. കാറ് കണ്ടുപിടിച്ചാൽ ഉടൻ ഇൻഷുറൻസ് തുക ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചു തന്നിരിക്കും. ഓ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ പറയരുതമ്മേ. തങ്കപ്പൻ ചേട്ടന്റെ കാശ് വാങ്ങിച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. അതുകൊണ്ട് എന്ത് ത്യാഗം സഹിച്ചും ഞാനത് ചെയ്യും. അമ്മ വിഷമിക്കരുത്. വിഷമം അതല്ല, ശ്രീദേവിയുടെ കാര്യം ഓർക്കുമ്പോഴാ. ശ്രീദേവിയുടെ കാര്യമോർത്ത് അമ്മ പ്രയാസപ്പെടണ്ട. ശ്രീദേവിക്കൊരു ജോലിയുണ്ടല്ലോ. പെൺകുട്ടിയാവുമ്പോ അത് മാത്രം മതിയോ? പോരാന്ന് എനിക്കും അറിയാം. അവക്ക് യോജിച്ച ഒരാളെ കണ്ടുപിടിക്കണം. ആ കാര്യത്തിൽ അമ്മ ഭാഗ്യവതിയാണ്. ഒരാളുണ്ട്. അതാരാ? അമ്മ ഒന്ന് ഓർത്തു നോക്ക്. സമൂഹത്തിൽ മാന്യമായ സ്ഥാനം, നല്ല സ്വഭാവം, ആവശ്യത്തിന് സ്വത്ത്, പിന്നെ കാണാനും സുന്ദരൻ. അമ്മയുടെ മരുമകന് ഇത്രയും യോഗ്യതകൾ പോരെ? അതാരാ? ഞാൻ ധൃതിയില്ല. ആലോചിച്ച് തീരുമാനം പിന്നെ അറിയിച്ചാ മതി. അയാളെ കാണുന്നതോ അയാൾ ഈ വീട്ടിൽ വരുന്നതോ എനിക്ക് ഇഷ്ടമല്ല. പിന്നല്ലേ കല്യാണം? നീ എന്തിനു ദേഷ്യപ്പെടുന്നത്? വക്കീലൊന്നും ആലോചിച്ചെന്നല്ലേ ഉള്ളൂ. അയാൾ ആലോചിക്കണ്ട. അമ്മയ്ക്ക് അപ്പൊ തന്നെ അങ്ങ് പറയായിരുന്നില്ലേ നടക്കില്ലെന്ന്? അതിന് നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ മനസ്സിലായില്ലേ? എന്നാ നാളെ തന്നെ പറഞ്ഞേക്കണം. എന്നാലും മോളെ, വക്കീലിനോട് നമുക്കൊരു കടപ്പാടില്ലേ? എന്ത് കടപ്പാട്? ഇൻഷുറൻസ് കാശിൽ നിന്നും കമ്മീഷൻ കണക്ക് പറഞ്ഞു വാങ്ങുമ്പോഴേ അമ്മയ്ക്ക് അയാളുടെ കള്ളത്തരം മനസ്സിലാവൂ. ഇനി മേലാൽ അയാളുമായുള്ള വിവാഹക്കാരി അമ്മേനോട് സംസാരിക്കരുത്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. 2 ഐസ്ക്രീമും കഴിച്ചു. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ അയാൾ എന്നും വീട്ടിൽ വരും. ആര്? ആ വക്കീല്. അമ്മ അയാളോട് കുറച്ച് മയത്തിൽ പെരുമാറുന്നതാ കുഴപ്പം. തനിക്ക് ജോലി വാങ്ങി തന്ന ആളല്ലേ? ആ ഒരു അധികാരം വെച്ചോണ്ട് ഇപ്പൊ കല്യാണാലോചന തുടങ്ങിയിരിക്കുന്നത്. ജോലി വേണ്ടെന്ന് വെച്ചാ? ശ്രീദേവി, ബി പ്രാക്ടിക്കൽ. വിഷ്ണു ഒരു കാര്യം ചെയ്യോ? വീട്ടിൽ വന്ന് അമ്മയൊന്ന് കാണണം. നമ്മുടെ കാര്യം സംസാരിക്കണം. അമ്മയെ ധിക്കരിച്ച് എനിക്കൊന്നും ചെയ്യാനൊക്കില്ല. അതുകൊണ്ടാ. പ്ലീസ്. വക്കീലുണ്ടോ? ഏത് വക്കീൽ? ഇത് വക്കീൽ വാസുദേവന്റെ വീടല്ലേ? എന്താ വക്കീൽ വാസുദേവന്റെ വീടോ? വക്കീലാഫീസിൽ ചോദിച്ചപ്പോ ചേട്ടൻ എപ്പോഴും എവിടെയാണെന്ന് പറഞ്ഞു. നീ ഏതാ കൊച്ചേ? എന്റെ പെങ്ങളാ. താനേതാ? എന്റെ ആങ്ങളെയാ. ഓ, അപ്പൊ ആങ്ങളയ്ക്കും പെങ്ങൾക്കും ഇപ്പൊ എന്താ വേണ്ടത്? ഞങ്ങള് വാസുവേട്ടന്റെ നാട്ടിൽ നിന്ന് വരിക. എന്താ വിശേഷം? അത് ഞങ്ങള് വക്കീലോട് പറഞ്ഞോളാം. അമ്മയ്ക്ക് ഭാഗ്യമുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടി. ഇതാരാ അമ്മേത്? ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? ചേട്ടനോ? ഏത് ചേട്ടൻ? എവിടത്തെ ചേട്ടൻ? എന്താ ഏട്ടാ ഇത്? എന്നാൽ എന്നോട് ഇങ്ങനെ വേണ്ടായിരുന്നു. ഇവർക്കെന്താ മാനസിക രോഗമുണ്ടോ അമ്മേ? ചേട്ടൻ എന്നെ മാനസിക രോഗിയാക്കരുത്. എന്റെ അച്ഛൻ മരിച്ചപ്പോ ഇൻഷുറൻസ് കാശ് വാങ്ങി തരാമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം എന്റെ വീട്ടിൽ വന്ന് എന്നെ വശീകരിച്ചതും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് മറന്നുപോയോ? 3 മാസമായി ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ ഗർഭിണിയാണ് ചേട്ടാ. ആലോചിച്ച് നിൽക്കാതെ വക്കീൽ ഇതൊരു തീരുമാനം ഉണ്ടാക്കണം. എന്ത് തീരുമാനം? ഗർഭിണിയായാൽ ഇൻഷുറൻസ് കാശ് കിട്ടാൻ വകുപ്പില്ല. എനിക്ക് കാശ് വേണ്ട. എന്റെ കുഞ്ഞിന് അച്ഛൻ മതി. അതാണോ കാര്യം? എത്ര അച്ഛന്മാരെ വേണം? കളിക്കാതെ കല്യാണം എപ്പോ നടത്താമെന്ന് പറയണോ? ആൾമാറാട്ടം IPC 416, വഞ്ചന കുറ്റം IPC 420,
ഭീഷണിപ്പെടുത്തൽ IPC 503. ഈ 3 കേസിനും കൂടി 4 വർഷം കഠിന തടവ്. 2 പേർക്കും കൂടി അകത്ത് കിടന്ന് സുഖിക്കാം. പിന്നെ നിനക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിൽ സർക്കാർ ചെലവിൽ പ്രസവവും നടക്കും. വക്കീലും പോലീസും ഒറ്റക്കെട്ട. അതുകൊണ്ട് എന്നോട് കളിക്കരുത്. പറ, ആരാ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന എന്നെ അപമാനിക്കാൻ ശ്രമിച്ചതിന് IPC 499 പ്രകാരം മാനനഷ്ട കേസ്, 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം, 2 വർഷം കഠിന തടവ്. സത്യം പറടാ, ഏതായി പെണ്ണ്? പറയടാ, കഴിവുള്ള മോനെ, പറയാൻ. എന്റെ ഭാര്യ. ഭാര്യയോ? പറ, എന്തിനാ ഈ വേഷം കെട്ടി ഇവിടെ വന്നത്? പറയാൻ. ചീറ്റിപ്പോയി. വേണ്ട, പറയണ്ട. ഞാൻ പോലീസിനെ വിളിക്കാം. അല്ലേ അമ്മേ? ഇപ്പോ അമ്മയ്ക്ക് മനസ്സിലായി കാണുമല്ലോ, എന്നെയും ശ്രീദേവിയും തമ്മിൽ തെറ്റിക്കാൻ ആരോ ചെയ്ത പണിയാ. ഇതൊന്നും അമ്മ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ശ്രീദേവിയും എനിക്കത് മാത്രം മതി. പിന്നെ ഞാൻ വന്നത്, ഇത് തങ്കപ്പൻ ചേട്ടന് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും കിട്ടേണ്ട പ്രോവിഡന്റ് ഫണ്ടിന്റെ എമൗണ്ടാ. ഞാൻ ഇറങ്ങട്ടെ അമ്മേ. അയ്യോ, കാപ്പ് കുടിക്കാതെയോ? വരൂ വരൂ. വരാം വാ. വരാം. ഛേ, ശ്രീദേവിയൊക്കെ എന്ത് വിചാരിച്ചു കാണും? ഭയങ്കര ബോറായി പോയി. തനിക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടോ? ആ തള്ളക്ക് കാശേ കാശ് എന്നൊരൊറ്റ ചിന്തയേ ഉള്ളൂ. അതും കെട്ടിയും ചത്ത കാശ്. അത് വാങ്ങിച്ചു കൊടുക്കുന്ന വക്കീലിന്റെ നേരെ ഒരു ചായവ് കാണും. ആ ചായവ് പൊളിച്ച് വക്കീലിന് സ്വഭാവ ദൂഷ്യക്കുറ്റം ആരോപിച്ച് വിഷ്ണുവിന്റെ ലൈൻ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഉദ്ദേശശുദ്ധിക്ക് മാപ്പ് തരണം. തന്നെ അവരാരെങ്കിലും കണ്ടോ? തള്ളേമോളും കണ്ടിട്ടില്ല, ആ വക്കീലും കണ്ടിട്ടില്ലെന്നാണ് എന്റെ തോന്നൽ. ഓഹോ, അപ്പൊ തോന്നലുള്ളോ? ഹോ, ആ സമയത്ത് ആ വക്കീൽ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അയാളുടെ കളി അതോടെ തീർന്നു തന്നെ. വക്കീല് വരും, അയാളുടെ സമയം തെളിഞ്ഞു നിൽക്കല്ലേ. അത് തെറ്റ്. നമ്മുടെ സമയം മോശമായതുകൊണ്ടാണ് വക്കീൽ രക്ഷപ്പെട്ടു നിൽക്കുന്നത്. അതിരിക്കട്ടെ, ശ്രീദേവി ഇപ്പോഴും നമ്മുടെ കളത്തിലാണോ? അതിനെന്താ സംശയം? പിന്നെ ധൈര്യമായിട്ടിരിക്കെ. ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഇവിടെ വെള്ളമാണ്. ഇത് കുളത്തിലാണോ വീട് വെച്ചിരിക്കുന്നത്? ഇങ്ങനെ വലിച്ച കട്ടിലോടെ മേലോട്ട് കയറും. ഇതെന്ത് ഭാവിച്ച? എഴുന്നേക്കാൻ പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്നു കണ്ടില്ലേ? എഴുന്നേക്ക്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്താടി? നിങ്ങളുടെ ഉദ്ദേശം എന്തുവാ? ഉറക്കം. നിങ്ങൾക്ക് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നു? ഇങ്ങനെ മലന്ന് കിടന്ന്. ഇവിടെ ഒരു പെണ്ണ് പ്രായമായി നിൽക്കുന്നുണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടോ? അതിനിപ്പോ എന്താടി? നിങ്ങളുടെ പെങ്ങടെ മോക്ക് കല്യാണാലോചന തുടങ്ങി. ആരാ ചെറുക്കൻ? ആ വക്കീല്. അയാൾ ഇപ്പൊ അവിടെ തന്നെയാ തീറ്റയും കുടിയും കിടപ്പും ഒക്കെ. ഓ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇത് നടക്കില്ല. വക്കീലിന് ഇഷ്ടമാണെങ്കിൽ ആ കല്യാണം നടക്കട്ടെ. അങ്ങനെയെങ്കിലും ഭവാനിയുടെ കഷ്ടപ്പാട് തീരുമല്ലോ. നീ ഒന്നും ആലോചിക്കാതെ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. വാടി. നാത്തൂന്റെ ഒരു ഭാഗ്യം നോക്കണേ. തങ്കപ്പൻ ചേട്ടൻ മരിച്ചത് പിന്നെ ആ കുടുംബം രക്ഷപ്പെട്ടത്.